നമസ്കാരം. ലൈവ് അറ്റ് 6 ആരംഭിക്കുന്നു. ആദ്യം നോക്കാം പ്രധാന തലക്കെട്ടുകൾ. VC സിൻഡിക്കേറ്റ് പോര് തുടരുന്നു. കേരള സർവകലാശാലയിൽ 2 രജിസ്ട്രാർ. സിൻഡിക്കേറ്റ് പിന്തുണയിൽ സസ്പെൻഷൻ മറികടന്ന KS അനിൽകുമാർ. മിനി കാപ്പിന് ചുമതല നൽകി VC സിസ തോമസ്. മുൻകൂർ അനുമതിയില്ലാതെയും നടപടിക്രമം പാലിക്കാതെയും എരുമേലി വാപുര ക്ഷേത്ര നിർമ്മാണം പാടില്ലെന്ന് ഹൈക്കോടതി. ഹർജി തീർപ്പാക്കി. ക്ഷേത്രം നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്തെത്തി ന്യൂസ് 18 വാർത്താ സംഘം. നിലവിൽ ബാലാലയ പ്രതിഷ്ഠയ്ക്ക് വേണ്ടിയുള്ള ഒരു ഒരു ചെറിയൊരു ഫലത്തിലൊരു പ്രതിഷ്ഠയ്ക്കുള്ള സൗകര്യം ഒരുക്കിയിരുന്നു. പക്ഷെ ആ ഭാഗം ഇപ്പോൾ ഇടിഞ്ഞു പൊളിഞ്ഞ് കിടക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. കോന്നിയിൽ പാറമടയിൽ അപകടം. ഹിറ്റാച്ചിക്ക് മുകളിലേക്ക് പാറക്കെട്ടിടിഞ്ഞു വീണു. 2 തൊഴിലാളികൾ കുടുങ്ങി. രക്ഷാപ്രവർത്തനത്തിനായി NDF സ്ഥലത്തേക്ക്. കുടുങ്ങിക്കിടക്കുന്നത് അന്യസംസ്ഥാന തൊഴിലാളികൾ. കേരളം 48 മണിക്കൂർ പണിമുടക്കിലേക്ക്. നാളെ സ്വകാര്യ ബസ്സുകൾ ഓടില്ല. വിദ്യാർത്ഥി കൺസെഷൻ മിനിമം ചാർജ് 5 രൂപയാക്കണമെന്നും ലിമിറ്റഡ് സ്റ്റോപ്പ് പെർമിറ്റുകൾ ഉടൻ പുതുക്കണമെന്നും ഉടമകൾ. മറ്റന്നാൾ ദേശീയ പണിമുടക്ക്. സമരം കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി കർഷക വിരുദ്ധ പ്രവർത്തനങ്ങൾക്കെതിരെ. തഹാവൂർ റാണിയുടെ ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തൽ. താൻ പാക് സൈന്യത്തിന്റെ വിശ്വസ്തനായ ഏജന്റ്. മുംബൈ ഭീകരാക്രമണ കേസിൽ ISIക്ക് പങ്ക്. ഡേവിഡ് ഹെല്ലിക്കൊപ്പം ലഷ്കർ പരിശീലനം നേടിയെന്നും സമ്മതിച്ച് റാണ. കോഴിക്കോട് സുന്നത്ത് കർമ്മത്തിനായി അനസ്തേഷ്യ കൊടുക്കുന്നതിനിടെ മരിച്ച കുഞ്ഞിന്റെ പോസ്റ്റ്മോർട്ടം പൂർത്തിയായി. കുഞ്ഞ് ജനിച്ചത് പ്രായം തികയാതെ എന്നത് മറച്ചുവെച്ചുവെന്ന് സഹകരണ ക്ലിനിക്. കേസെടുത്ത് ബാലാവകാശ കമ്മീഷൻ. ആരോഗ്യവകുപ്പിനെ വെട്ടിലാക്കി വിവാദ പരാമർശവുമായി സജി ചെറിയാൻ. സർക്കാർ ആശുപത്രിയിൽ കിടന്ന് മരിക്കാറായപ്പോൾ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി. മന്ത്രിമാർ സ്വകാര്യ ആശുപത്രികളിൽ പോകുന്നത് പുതുമയല്ലെന്നും സജി ചെറിയാൻ. ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ രാജിക്കായി ആളിക്കത്തി പ്രതിഷേധം. കോട്ടയത്ത് മെഡിക്കൽ കോളേജ് മാർച്ചിനിടെ BJP അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരന് പരിക്ക്. സെക്രട്ടേറിയറ്റിലേക്ക് മഹിളാ കോൺഗ്രസിന്റെ മാർച്ച്. വീണ ജോർജിന് പുറത്തിറങ്ങാനാകാത്ത അവസ്ഥയെന്ന് K മുരളീധരൻ. പിണറായി വിജയനെ ഇപ്പൊ വീണാന്ന് കേട്ടാൽ പേടിയാണ്. ഒന്ന് സ്വന്തം വീട്ടിൽ തന്നെയുണ്ട്, ഒരാൾ സ്വന്തം മന്ത്രിസഭയിലുണ്ട്. ഇത് രണ്ടും പിണറായി വിജയനെയും കൊണ്ടേ പോകും. മഞ്ഞുമ്മൽ ബോയ് സാമ്പത്തിക തട്ടിപ്പ് കേസിൽ സൗബിൻ ഷാഹിറിനെ ചോദ്യം ചെയ്തു. ബാബു ഷാഹിർ, ഷോൺ ആന്റണി എന്നിവരും മരട് പോലീസ് സ്റ്റേഷനിൽ ഹാജരായി. ആവശ്യമെങ്കിൽ വീണ്ടും വിളിച്ചു വരുത്തുമെന്ന് പോലീസ്. ലൈവ് അറ്റ് 6ലേക്ക് വിശദമായി. കോന്നി ചെങ്കളം പാറമടിയിൽ ഹിറ്റാച്ചിക്ക് മുകളിലേക്ക് പാറക്കെട്ടിടിഞ്ഞു വീണ് 2 പേർ കുടുങ്ങി. ഹിറ്റാച്ചി ഡ്രൈവറും സഹായിയുമാണ് ഹിറ്റാച്ചിക്കുള്ളിൽ കുടുങ്ങിയിട്ടുള്ളത്. ഒഡീഷ സ്വദേശികളായ അജയ് റായ്, മഹാദേവ എന്നിവർ ആണ് കുടുങ്ങിക്കിടക്കുന്നത്. ഫയർഫോഴ്സിന്റെ നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനം തുടരുകയാണ്. കോന്നി 7-ാം വാർഡിലെ എത്ര പാറമടയാണ്? 7-8 പാറമട ഫോറിനും കൂടെ വന്നിട്ടുണ്ട്. ഞങ്ങൾ ജീവിക്കണ്ടായോ? ഞങ്ങൾ എവിടെ പോയി ജീവിക്കും? ഇന്നലെ ഒരിടത്ത് എന്ന് പറയാം, നിങ്ങൾ ഓരോ വില പറഞ്ഞിട്ടുണ്ടോ? ഞങ്ങൾ സാറേ ഈ വില പറഞ്ഞാൽ ഞങ്ങൾ എവിടെ പോയി ജീവിക്കും? വേണ്ട, മെമ്പർ ഉണ്ടായിരുന്നു ഇന്നലെ. പിന്നെ ഞാൻ ഗേറ്റ് തുറന്നു വന്നില്ല. മെമ്പർ അവിടെ കൂടെ വെക്കുകയായിരുന്നു. ആകെ 40 പാസേ ഉള്ളൂ. ആകെ 40 പാസേ ഉള്ളൂ. പ്രവർത്തിക്കുന്ന നിങ്ങൾക്ക് കാണാമല്ലോ. ബെഞ്ചടിച്ച് പ്രവർത്തിക്കേണ്ട സാധനം ഇവിടെ എവിടെ നിങ്ങൾ ഈ അവർ പറയുന്ന രീതിയിൽ പ്രവർത്തിച്ചിട്ടുള്ളത്? അല്ലെങ്കിൽ ഇത്തരത്തിലൊരു അപകടം ഇവിടെ നടക്കുമോ? നിങ്ങൾക്ക് നോക്കിയാൽ അറിയാവുന്ന കാര്യമല്ലേ? 40 പാസിനാണ് ഈ പൊട്ടിക്കുന്നത്, അറിയാം. ഇത് അങ്ങോട്ട് നോക്കി അവിടെ ബെഞ്ചടിച്ച് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഏത് രീതിയിലുള്ള പ്രവർത്തനം അവർ ചെയ്തേക്കുന്നത് നമുക്ക് നേരിട്ട് നോക്കിയാൽ കൺമുന്നിൽ കാണാവുന്ന കാര്യമല്ലേ? ജിയോളജിയുടെയും പൊല്യൂഷൻ കണ്ടുകൊണ്ട് എല്ലാം പേപ്പർ കൊടുത്തതിന്റെ അടിസ്ഥാനത്തിലാണ് പഞ്ചായത്ത് കമ്മിറ്റി തീരുമാനമെടുത്ത് ലൈസൻസ് കൊടുക്കുന്നത്. അങ്ങനെ 2026 വരെ ഇവിടെ ലൈസൻസ് കൊടുത്തിട്ടുണ്ട് ഓൾറെഡി. അപ്പൊ എന്തായാലും ഇങ്ങനെ ഒരു അപകടം സംഭവിച്ചു. അതിന്റെ രക്ഷാപ്രവർത്തനമാണ് നമുക്ക് മുഖ്യമായിട്ട് വേണ്ടിയത്. എത്രയും പെട്ടെന്ന് അതിനടിയിൽ കിടക്കുന്നവരെ രക്ഷപ്പെടുത്തുക എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട്.
ഈ നിയമവിരുദ്ധമായിട്ട് ഈ കോറി പ്രവർത്തിക്കുന്ന നാട്ടുകാർ പറയുന്നത്. നിയമവിരുദ്ധമായിട്ടാണ് പ്രവർത്തിക്കുന്നതെന്നാണ് പറയുന്നത്. നിയമവിരുദ്ധമായിട്ട് പല പ്രശ്നങ്ങളും ഇവിടെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ പഞ്ചായത്തിന് അനുമതി ഉണ്ടല്ലേ? പഞ്ചായത്തിൽ നിന്നും ഒരു ഇത് കൊടുത്തിട്ടുണ്ട്. പഞ്ചായത്ത് കമ്മിറ്റിയുടെ അനുവാദത്തോടു കൂടി ലൈസൻസ് കൊടുത്തിട്ടുണ്ട്. എത്ര നാളത്തേക്കാണ് കൊടുത്തിരിക്കുന്നത്? 2026 വരെ കൊടുത്തിട്ടുണ്ട്. ശശിനാരായണനുണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. ശശിനാരായണൻ, ഈ ദൃശ്യങ്ങളിൽ കാണാം ഹിറ്റാച്ചി കാണാൻ പറ്റാത്ത തരത്തിൽ അത്രയും കല്ല് ഹിറ്റാച്ചിക്ക് മുകളിലേക്ക് പതിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ രക്ഷാപ്രവർത്തനം എന്നത് ശ്രമകരമാണോ? ഇപ്പോൾ രക്ഷാപ്രവർത്തനം ഏത് നിലയിലാണ് പുരോഗമിക്കുന്നത്? അഭിലാഷ് സൂചിപ്പിച്ച പോലെ തന്നെ ഇവിടെ രക്ഷാപ്രവർത്തനം അതീവ ദുഷ്കരമെന്ന് വേണമെങ്കിൽ പറയാം. കാരണം 2:30-ക്കാണ് ഈ അപകടം നടക്കുന്നത്. അതിനുശേഷം ഈ ഹിറ്റാച്ചിയുടെ മുകളിലേക്ക് കൂറ്റൻ പാറക്കെട്ട് മുകളിൽ നിന്നും അടന്നു വീഴുകയാണ് ഉണ്ടായത്. അതിൽ 2 ജീവനക്കാരാണ് ഉണ്ടായിരുന്നത്. ഈ ഹിറ്റാച്ചി ഓപ്പറേറ്ററും ഒപ്പം സഹായിയും ഉണ്ടായിരുന്നു. ബീഹാർ സ്വദേശിയായ അജയ് റായിയും ഒഡീഷ സ്വദേശിയായ മഹാദേവുമാണ് 2 പേരുണ്ടായിരുന്നത്. അതിൽ 2 പേരെയും ഈ പാറ കെട്ട് ഇടിഞ്ഞു വീണ ആ സമയം തന്നെ ഇതിനുള്ളിലേക്ക് ആയി എന്നുള്ള, പിന്നീട് അവരെ പുറത്തു പോലും കാണാൻ വയ്യാത്ത തരത്തിലേക്ക് പാറക്കെട്ടുകൾ ആ ഹിറ്റാച്ചിയുടെ മുകളിൽ വീണ് പൂർണ്ണമായി ഹിറ്റാച്ചി തകർന്ന സ്ഥിതിയിലാണ്. ഇപ്പോഴാണ് അതിന്റെ തൊട്ട് താഴെ ഒരാളുടെ കാല് കൂടി ഈ കാണാൻ ഒരു പാറയുടെ അടിയിൽ ഒരാളുടെ കാല് കൂടി ദൃശ്യമായിട്ടുണ്ട്. അതുകൊണ്ട് ആ കാല് കണ്ട ഭാഗത്തേക്ക് ഫയർഫോഴ്സ് ഇപ്പം ഈ പാറക്കെട്ടുകളുടെ മുകളിൽ കൂടെ അവിടെ എത്തിയിട്ടുണ്ട്. പക്ഷേ കൂറ്റൻ പാറക്കെട്ടുകളാണ്. അത് മാറ്റിയതിന് ശേഷമേ അതിനടിയിലുള്ള എന്തെങ്കിലും തരത്തിലുള്ള മരണപ്പെട്ടതാണോ മറ്റു കാര്യങ്ങളോ സ്ഥിരീകരിക്കാൻ കഴിയുള്ളൂ. എന്തായാലും അവിടെ ഫയർഫോഴ്സ് എത്തി. ഒറ്റയ്ക്ക് ഒന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥ എന്ന് വേണമെങ്കിൽ പറയാം. വലിയ ഭാരമുള്ള വലിയ കൂറ്റം പാറക്കെട്ടുകളുള്ളതാൽ അത് മാറ്റുക എന്ന് പറയുന്നത് അസാധ്യകരമായ കാര്യമാണ്. ഹിറ്റാച്ചിയോ മറ്റ് ക്രെയിനോ സ്ഥലത്ത് എത്തിക്കാൻ കഴിയാത്ത ദുർഘടമായ അവസ്ഥ. ആ സമയം രക്ഷാപ്രവർത്തനം നടത്തുന്നത് ആദ്യം തന്നെ ഫയർഫോഴ്സ് വന്നപ്പോൾ തന്നെ ഈ ഹിറ്റാച്ചി പാറ വീണ സ്ഥലത്തുനിന്ന് ഇറങ്ങാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തിയെങ്കിലും മേളിൽ നിന്നും പാറ ഇടിഞ്ഞു വീഴുന്ന തുടരെ പാറ മുകളിൽ നിന്നും ഇഴിഞ്ഞു വീഴുന്നതായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് സ്വാഭാവികമായും അത്തരമൊരു രക്ഷാപ്രവർത്തനം നടത്താൻ കഴിയാത്ത പ്രതിസന്ധിയിലാണ് ഈ ഫയർഫോഴ്സും അതുപോലെ തന്നെ നാട്ടുകാരും റവന്യൂ അധികൃതരും ഇപ്പൊ സ്ഥലത്ത്. അത്തരത്തിൽ ഈ എന്തെങ്കിലും തരത്തിൽ ഇതിനകത്ത് രക്ഷാപ്രവർത്തനം നടത്താൻ കഴിയാത്ത സാഹചര്യം കൂടിയാണ്. എന്തായാലും ഇപ്പൊ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ ഈ 2ാം തട്ടില് ഈ പാറയ്ക്കടിയിൽ കിടക്കുന്ന ആളുടെ കാല് കണ്ടിട്ടുണ്ട്. ആ കാല് വീണ സ്ഥലത്ത് അവരെത്തിയിട്ടുണ്ട്. ആ പാറ ഹിറ്റാച്ചി ഉപയോഗിച്ചിനിയും അത് മാറ്റിയെങ്കിൽ മാത്രമേ പുറത്തെടുക്കാൻ കഴിയുള്ളൂ. എന്തായാലും ദുർഘടമായ വളരെ വിഷമമുള്ള വളരെ ബുദ്ധിമുട്ടുള്ള ഒരു ശ്രമകരമായ ഒരു ദൗത്യം എന്ന് വേണമെങ്കിൽ നമുക്കിതിനെ പറയാൻ പറ്റും. ഒരു കാര്യം കൂടി, ഇതിലിപ്പോൾ നമുക്കറിയാം കേരളത്തിലെ പല പാറമടകളും പ്രവർത്തിക്കുന്നത് നിയമങ്ങൾ ലംഘിച്ചുകൊണ്ടാണ്. അതൊക്കെ കൃത്യമായി അധികാരികൾക്ക് അറിയാവുന്നതാണ്. ഓരോ പാറമടയിൽ നിന്നും ഒരു ദിവസം കയറ്റി അയക്കാവുന്ന ലോഡിന് പോലും കണക്കുണ്ട്. അതിൻ്റെ 10ഓ 20ഓ മടങ്ങ് അതിനപ്പുറത്താണ് ഓരോ ദിവസവും പാറ പുറത്തേക്ക് ലോഡ് വണ്ടികളായി പുറപ്പെടുന്നത്. പക്ഷേ ഇതിനെയൊന്നും ചോദ്യം ചെയ്യുക എന്നത് പ്രാക്ടിക്കൽ അല്ല. അത്രമേൽ വലിയ തുകയാണ് ഇവർ പലപ്പോഴും രാഷ്ട്രീയ പാർട്ടികൾക്കൊക്കെ വീതമായി നൽകുന്നത്. നമ്മുടെ അഴിമതിക്കാരായ പോലീസ് ഉദ്യോഗസ്ഥർക്കും ഒപ്പം ഭരണസമിതികൾക്കുമെല്ലാം ഇതിൻ്റെ പങ്കുണ്ട്. അതിൻ്റെ മറ്റൊരു ഉദാഹരണം കൂടിയായി ഇത് മാറുന്നുണ്ടോ? എന്താണ് പ്രദേശവാസികൾ പറയുന്നത്? അഭിലാഷ് സൂചിപ്പിച്ചത് പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ പാറമടയ്ക്കെതിരെ കോന്നിയിൽ തന്നെ നിരവധി പാറമടകൾ എവിടെയുണ്ട്. കോന്നി പഞ്ചായത്തിൽ തന്നെ. ആ പഞ്ചായത്തിന്റെ ലൈസൻസ് ഇവർക്കുണ്ടെന്നാണ് വാർഡ് മെമ്പർ നമ്മളോടൊപ്പം പറഞ്ഞ. പാറ ഉടനെയും അതുപോലെ തന്നെയാണ് പറഞ്ഞത് 2026 വരെ ഈ പാറമടയ്ക്ക് ലൈസൻസ് ഉണ്ടാണെന്നാണ് നമ്മളോട് വ്യക്തമാക്കിയത്. പക്ഷേ 40 പാസുള്ള സ്ഥലത്ത് 60, 100, 120 ലോഡുകൾ കയറിപ്പോകുന്നതായിട്ടും ഈ പ്രദേശവാസികൾ പരാതിയായി പറയുന്നു. യാതൊരു നിയമവും പാലിക്കാതെ ഈ പാറമട പ്രവർത്തിക്കുന്നത്. അതായത് ഒരു അനുമതിയുടെ വെളിച്ചത്തിൽ യാതൊരു നിയന്ത്രണവും പാലിക്കാതെയാണ് പാറമട പ്രവർത്തിക്കുന്നത് എന്നുള്ളത് നാട്ടുകാരും ഇവിടെ എത്തിയ പ്രദേശവാസികളും ഒക്കെ ഈ വലിയ പരാതിയായിട്ട് ഈ പാറമട ഉടമയ്ക്കെതിരെ പറയുന്നുണ്ട്. കാരണം ശരിയാണത്, പോലീസിനും മറ്റു വകുപ്പുകൾക്കും പണം നൽകിയാണ് ഇത്തരത്തിൽ പാറമട ഈ അനധികൃതമായ രീതിയിൽ ഈ മറ്റ് നിയമങ്ങൾ ലംഘിച്ചുകൊണ്ടുള്ള പാറ കടത്തുന്നത്. തീർച്ചയായും ഇത്തരം അപകടങ്ങളെ സംബന്ധിച്ച വാർത്തകൾ പുറത്തു വരുമ്പോൾ മാത്രമാണ് ഈ പാറമടകൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നതൊക്കെ അറിയുക. പക്ഷേ അത് ഈ വാർത്തയോടുകൂടി തന്നെ അവസാനിക്കുന്നു എന്നുള്ളതാണ് കേരളത്തിലെ നിത്യ കാഴ്ചയും എന്നതും വ്യക്തമാണ്. കേരള സർവകലാശാലയിൽ വൈസ് ചാൻസലർ സിൻഡിക്കേറ്റ് പോര് കനക്കുകയാണ്. അനിൽകുമാറിന്റെ സസ്പെൻഷൻ നിലപാടിൽ ഉറച്ചു നിൽക്കുന്ന VC പ്ലാനിംഗ് ഡയറക്ടർക്ക് രജിസ്ട്രാറുടെ താൽക്കാലിക ചുമതല നൽകി. അതേസമയം സസ്പെൻഷൻ ചോദ്യം ചെയ്ത ഹർജി പിൻവലിക്കാൻ കോടതി അനുവദിച്ചതോടെ ഇന്നലത്തെ സിൻഡിക്കേറ്റ് തീരുമാനം കോടതി അംഗീകരിച്ചു എന്ന നിലപാടിൽ ആണ് ഇടത് കേന്ദ്രങ്ങൾ.
ഇന്നും സർവകലാശാലയിൽ നാടകീയമായ സംഭവങ്ങൾ അരങ്ങേറി. വൈസ് ചാൻസലർ സിൻഡിക്കേറ്റ് പോരിൽ അസാധാരണ ഭരണ പ്രതിസന്ധിയാണ് കേരള സർവകലാശാലയിൽ ഉണ്ടായിരിക്കുന്നത്. പ്രത്യേക സിൻഡിക്കേറ്റ് യോഗം സസ്പെൻഷൻ പിൻവലിച്ചതിനെ തുടർന്ന് ചുമതലയേറ്റെടുത്ത KS അനിൽകുമാർ ഇന്നും സർവകലാശാല ആസ്ഥാനത്തെത്തി നാടിന്റെ സ്വത്തായ സർവകലാശാലകൾ ശാന്തമായി മുന്നോട്ടു പോകണമെന്ന് KS അനിൽകുമാർ. സാധാരണ നമ്മുടെ നാടിന്റെ സ്വത്താണ് ഈ സർവകലാശാല. ഇതിൽ ശാന്തമായി പോകണം. നന്നായി സർവകലാശാല ഉയരത്തിലേക്ക് വരണം. അതേസമയം സിസ തോമസിന്റെ കാരണം കാണിക്കൽ നോട്ടീസിന് രജിസ്ട്രാറുടെ താൽക്കാലിക ചുമതല നൽകിയ ഹരികുമാർ മറുപടി നൽകിയില്ല. 2 ആഴ്ച സമയം ആവശ്യപ്പെട്ട് P. ഹരികുമാർ അവധിയിൽ പ്രവേശിച്ചു. ഇതിനു പകരം രജിസ്ട്രാറുടെ ചുമതല പ്ലാനിംഗ് ആൻഡ് ഡെവലപ്മെന്റ് ഡയറക്ടർ ഡോക്ടർ മിനി കാപ്പന് നൽകി താൽക്കാലിക വൈസ് ചാൻസലർ സിസ തോമസ് ഉത്തരവിറക്കി. ഇതോടെ സിൻഡിക്കേറ്റിനും വൈസ് ചാൻസലർക്കുമായി 2 രജിസ്ട്രാർമാർ എന്ന നിലയായി മാറി. പിന്നാലെ VCയുടെ നടപടിയിൽ പ്രതിഷേധിച്ച് സർവകലാശാലയിൽ ജീവനക്കാരുടെ പ്രതിഷേധം. RSS ഗണവേഷത്തിലുള്ള ഡോക്ടർ മോഹനൻ കുന്നുമ്പലിന്റെ ചിത്രം സ്ഥാപിച്ചായിരുന്നു SFI പ്രതിഷേധം. ശാഖയിൽ പഠിച്ചത് ശാഖയിൽ മതിയെന്ന ബാനറും സർവകലാശാലയിൽ SFI ഉയർത്തി. അതിനിടെ സിൻഡിക്കേറ്റ് തീരുമാനം ചൂണ്ടിക്കാട്ടി സസ്പെൻഷനെതിരെ ഹൈക്കോടതിയിൽ നൽകിയ ഹർജി പിൻവലിക്കാൻ രജിസ്ട്രാർക്ക് കോടതി അനുമതി നൽകി. ഹൈക്കോടതി വിധി സിൻഡിക്കേറ്റ് തീരുമാനത്തിനുള്ള അംഗീകാരമെന്ന് ഇടതംഗങ്ങളുടെ പ്രതികരണം. കേരള യൂണിവേഴ്സിറ്റിയുടെ സിൻഡിക്കേറ്റ് യോഗം ചേർന്ന് അദ്ദേഹത്തിന്റെ സസ്പെൻഷൻ റദ്ദാക്കുകയും സിൻഡിക്കേറ്റിന്റെ അധികാരം ഉപയോഗിച്ചുകൊണ്ട് റദ്ദാക്കി തീരുമാനം കൈക്കൊള്ളുകയും അദ്ദേഹം ചുമതലയേൽക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്രകാരം യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റ് കൈക്കൊണ്ട തീരുമാനമാണ് ശരി എന്ന നിലയിൽ തന്നെ കേരളീയ സമൂഹം ഇന്ന് അത് അംഗീകരിക്കുകയും ചെയ്യുന്നു. രജിസ്ട്രാർക്കെതിരായ നടപടി ശരിയെന്ന് വിശദീകരിച്ച് ഗവർണർക്ക് താൽക്കാലിക വൈസ് ചാൻസലർ മറുപടി നൽകി. മിനി കാപ്പന് താൽക്കാലിക ചുമതല നൽകിയതായും ഗവർണർക്ക് നൽകിയ റിപ്പോർട്ടിൽ സിസ തോമസ് ചൂണ്ടിക്കാട്ടി. ഇതോടെ ഭാരതാംബ വിഷയത്തിൽ തുടങ്ങിയ VC സിൻഡിക്കേറ്റ് പോര് കൂടുതൽ രൂക്ഷമായിരിക്കുകയാണ്. ന്യൂസ് 18 തിരുവനന്തപുരം. കോട്ടയം എരുമേലിയിൽ ബാലാലയ പ്രതിഷ്ഠ നടത്താൻ തീരുമാനിച്ച വാപുര സ്വാമി ക്ഷേത്രത്തിന്റെ ദൃശ്യങ്ങൾ ന്യൂസ് 18 ഹൈക്കോടതി സ്റ്റോപ്പ് മെമ്മോ നൽകിയതോടെ കെട്ടിട ഭാഗങ്ങളും ഇടിച്ചു കളഞ്ഞു. ക്ഷേത്രത്തിനായി ദേവപ്രശ്ന ചടങ്ങ് നടത്തിയപ്പോൾ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഉൾപ്പെടെ പങ്കെടുത്തിരുന്നു. എരുമേലി പള്ളിയിൽ നിന്ന് വലിയ അമ്പലത്തിലേക്ക് പോകുന്ന വഴിക്ക് അരികിൽ ആണ് പുതിയ ക്ഷേത്ര നിർമ്മാണം. ന്യൂസ് 18 എക്സ്ക്ലൂസീവ്. എരുമേലിയിൽ വാപുര ക്ഷേത്രം വരുന്നു എന്ന നിലയിൽ ഫലത്തിൽ അത് വരാൻ പോകുന്ന ഒരു സ്ഥലം ഇതാണ് എന്നുള്ളതാണ്. ഇവിടെ നിലവിൽ ബാലാലയ പ്രതിഷ്ഠയ്ക്ക് വേണ്ടിയുള്ള ഒരു ഒരു ചെറിയൊരു ഫലത്തിലൊരു പ്രതിഷ്ഠയ്ക്കുള്ള സൗകര്യം ഒരുക്കിയിരുന്നു. പക്ഷെ ആ ഭാഗം ഇപ്പോൾ ഇടിഞ്ഞ് പൊളിഞ്ഞ് കിടക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. ചില തൊഴിലാളികൾ നിന്നുകൊണ്ടാണിത് ഇങ്ങനെ മാറ്റിയത്. അത് പഞ്ചായത്തിന്റെ കൂടി നിർദ്ദേശപ്രകാരമാണോ എന്നത് വ്യക്തമല്ല. എന്തായാലും നിലവിൽ ഇങ്ങനെ ഒരു തറ മാത്രമാണുള്ളത്. ഈ ഭാഗത്താണ് യഥാർത്ഥത്തിൽ ക്ഷേത്രം വരേണ്ടിയിരുന്നത് എന്നുള്ളതാണ്. എന്തായാലും ഹൈക്കോടതി പഞ്ചായത്തിന്റെ ഒന്നും അനുമതി ഇല്ലാത്തത് കൊണ്ട് ഒരു താൽക്കാലിക സ്റ്റോപ്പ് മെമ്മോ ഇവിടെ നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിന്ന് തൊട്ടടുത്താണ് എരുമേലി വലിയ അമ്പലവും ഒപ്പം തന്നെ ഈ എന്താ പറയുക നമ്മുടെ പള്ളിയും വാവര് പള്ളിയും എല്ലാം ഉള്ളത്. അതായത് ഇവിടെ നിന്ന് നോക്കിയാൽ ഒരു പക്ഷേ കാണാൻ കഴിയാത്തത് ഇവിടെ കെട്ടിടങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ്. തൊട്ടപ്പുറത്ത് തന്നെ വലിയമ്പലം, അതായത് എരുമേലി വാവര് പള്ളിയിൽ നിന്ന് വലിയമ്പലത്തിലേക്ക് പോകുമ്പോൾ ഒരു 50 മീറ്റർ മാത്രം വ്യത്യാസത്തിലാണ് ആ വഴിയരികിൽ തന്നെയാണ് ഈ വാപുര സ്വാമിയുടെ ക്ഷേത്രം എന്ന പേരിൽ വരാനുള്ള ശ്രമം നടത്തിയിരിക്കുന്നത്. ഇവിടെ അഷ്ടമംഗല ദേവപ്രശ്നം നടത്തിയതിന്റെ ചില ബോർഡുകളും മറ്റുമുണ്ട്. ഏപ്രിൽ 6-7 തീയതികളിൽ നടത്തിയെന്നുള്ളതാണ് കാണാൻ സാധിക്കുന്നത്. ഒരു പ്രധാനപ്പെട്ട കാഴ്ച, കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഫലത്തിൽ ഇതിൽ ഭദ്രദീപം കൊളുത്തുമെന്നുള്ളതാണ് ഈ ബോർഡിൽ കാണുന്നത്. ദൈവജ്ഞൻ, അതായത് ഈ ഒരു ദേവപ്രശ്നം നടത്തിയത് ശ്രീ പത്മനാഭ ശർമ്മയാണ് എന്ന് ഈ ബോർഡിൽ കാണാം. ഈ ദേവപ്രശ്ന വിധിപ്രകാരമാണ് ഇങ്ങനെ ഒരു ക്ഷേത്രം വരാനുള്ള ഒരുക്കങ്ങൾ നടത്തി. അതിനിടെയാണ് ഹൈക്കോടതിയുടെ ഒരു ഇടപെടൽ ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ്. തീർച്ചയായും നിയമ നടപടികൾ സ്വാഭാവികമായിട്ടും തുടരും. സർക്കാരിൻ്റെ നിലപാട് അത് മന്ത്രി ഉൾപ്പെടെ പറയുകയും ചെയ്തു. എന്താണ് ഇനി നടക്കാൻ പോകുന്നത് എന്നുള്ളത് വ്യക്തമല്ല. വിശ്വാസത്തിന്റെ പ്രശ്നമല്ല, ഇഷ്ടമുള്ള പോലെ അത്രേ ഉള്ളൂ. അല്ലാതെ ക്ഷേത്രം വന്നാലും വന്നില്ലെങ്കിലും ഒന്നും വന്നില്ലെങ്കിലും എന്നെ ബാധിക്കുന്നില്ല. ഞാൻ ഒരു വിശ്വാസിയല്ല.
നിങ്ങളപ്പം വേറെ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നേ? ഇതുവഴി പുള്ളിയുടെ ഇതേപോലെ വീട് എന്റെ സഹോദരൻ മുകളിലേക്ക് പോകുന്ന വഴിയാണ്. നിങ്ങളൊക്കെ അറിഞ്ഞിരുന്നോ ഇങ്ങനെ ഒരു ക്ഷേത്രം വരുന്നത്? അത് കഴിഞ്ഞ ദിവസം ഇങ്ങനെ കണ്ടേ ഉള്ളൂ. ഇവിടെ എന്തോ ഒരു പാലാലയ പ്രതിഷ്ഠ എന്നൊക്കെ ഇങ്ങനെ അറിഞ്ഞായിരുന്നു, അത്രേ ഉള്ളൂ. ചേട്ടന് ഇവിടുത്തെ തന്നെയാണോ? അല്ല, ഞങ്ങളെല്ലാം ഇവിടെ തന്നെ. ശരി. ഇവിടെ ഇങ്ങനെ അന്ന് ദേവപ്രശ്നം നടന്നതൊക്കെ നിങ്ങൾ കണ്ടിരുന്നു? പ്രശ്നം നടന്നപ്പോ രാവിലെ വന്നിരുന്നതിലെ വന്നു. സുരേഷ് ഗോപി വന്നിരുന്നപ്പോ കണ്ടായിരുന്നു. സുരേഷ് ഗോപി ഒക്കെ വന്നു. സുരേഷ് ഗോപി വന്നിരുന്നപ്പോഴത്തേക്ക് ഒരു സെലിബ്രിറ്റി നിൽക്കുമ്പോ അത് കാണാമോ? ഇപ്പം വിശ്വാസികളുടെ ഓരോരുത്തരുടെ വിശ്വാസം ഓരോന്ന്, അത് അവരുടെ വിശ്വാസം അവരെ സംരക്ഷിക്കുന്നു ചെയ്യുന്നു. നമ്മളെ സംബന്ധിച്ച് ഇതിനെ കുറിച്ച് വലിയ അഭിപ്രായമൊന്നുമില്ല. ഉണ്ടെങ്കിലും കുഴപ്പമില്ല, ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഇതിന് പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സംസാരം ഉണ്ടാവരുത്. ഞങ്ങൾ വളരെ മാനമര്യാദയായിട്ടല്ലേ എരുമേലി ജീവിക്കുന്നത്. ഹിന്ദു ക്രിസ്ത്യാനി ഏതാണെന്ന് അറിയത്തില്ല. ഞാൻ കുരു തൊട്ടിട്ടുണ്ടെന്നേ ഉള്ളൂ. ഞാൻ വിശ്വാസിയല്ല. ഞാൻ ക്ഷേത്രവിശ്വാസിയോ ദൈവവിശ്വാസിയോ അല്ല. എന്നാലും മറ്റൊരു പ്രശ്നം ഉണ്ടാവും. ഉണ്ടായ കാലം മുതൽ കാണുന്ന ഒരു സാഹചര്യം ഇവിടെ നിലനിൽക്കണമെന്നേ ഉള്ളൂ. അതിന്റെ പേരിൽ അവിടെ ഒരു അമ്പലം, ഇവിടെ ഒരു പള്ളി, മറ്റേത് പൊളിച്ചു പറിച്ചു, കോടതി ഇടപെട്ടു എന്ന് പറഞ്ഞിട്ടൊരു പ്രശ്നം ഉണ്ടാവരുത്. അത്രേ ഉള്ളൂ. എല്ലാവരും സഹോദരങ്ങളെല്ലാം ഒന്നിച്ചൊരു ജാതി മത ഭേദമന്യേ ജീവിക്കുന്നത്, അത് നഷ്ടപ്പെടുന്നു. ഞങ്ങളിപ്പോ ഒരു ക്രിസ്ത്യൻ കല്യാണത്തിന് പോവാ. കൂട്ടത്തിലുള്ള ഞങ്ങൾ ഹിന്ദുക്കളാണ്. പക്ഷേ കൂട്ടത്തിലുള്ള ഒരു കല്യാണം, തൊട്ടടുത്തൊരു കല്യാണം ഒഴിവാക്കിയിട്ട് കൂട്ടത്തിലുള്ള ഒരു ക്രിസ്ത്യൻ കല്യാണത്തിന് പോകാനായിട്ട് നിൽക്കുക. അപ്പൊ ആ ഒരു സാഹചര്യത്തിന് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്കുണ്ടായിരുന്നല്ല, ഞങ്ങളുടെ മക്കൾക്കും ഉണ്ടാവരുത്. അത്രേ ഉള്ളൂ. എന്തായാലും വളരെ ഗൗരവമേറിയ ചില കാര്യങ്ങളാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത്. അമ്പലം വന്നാലും പള്ളി വന്നാലും ഒന്നില്ലെങ്കിലും അവരെ സംബന്ധിച്ചൊരു പ്രശ്നമല്ല. പക്ഷെ അതിനപ്പുറത്തേക്ക് ഇതൊരു സ്പർദ്ധയ്ക്ക് കാരണമാകരുത് എന്ന എരുമേലിക്കാരാണ് അവർ. എരുമേലി ഇങ്ങനൊരു മതസൗഹാർദ്ദത്തിൻ്റെയൊക്കെ വിളനിലം എന്ന പേരിൽ അറിയപ്പെടുന്ന സ്ഥലം കൂടിയാണ്. അവരൊരു എരുമേലിക്കാരുടെ ഒരു കൃത്യമായ സ്വഭാവം എന്ന നിലയിൽ അവർ അവതരിപ്പിക്കുക, അവരുടെ പ്രതികരണവും അത് തന്നെയാണ് എന്നുള്ളതാണ്. എന്തായാലും ഇതൊക്കെയാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി സ്വാഭാവികമായിട്ട് പരമായ പോരാട്ടങ്ങൾ, അതല്ലെങ്കിൽ രാഷ്ട്രീയമായ ഇടപെടലുകളൊക്കെയാണ് ഇതിൽ ഉണ്ടാകേണ്ടത്. എരുമേലിയിൽ നിന്ന് ജി ശ്രീജിത്ത്, ന്യൂസ് 18. മുൻകൂർ അനുമതിയില്ലാതെയും നടപടിക്രമങ്ങൾ പാലിക്കാതെയും എരുമേലിയിലെ വാപൂര് ക്ഷേത്ര നിർമ്മാണം പാടില്ല എന്ന് ഹൈക്കോടതി. ക്ഷേത്ര നിർമ്മാണം ചോദ്യം ചെയ്ത് നൽകിയ ഹർജി ഹൈക്കോടതി തീർപ്പാക്കി. പ്രദേശത്ത് ക്രമസമാധാന പ്രശ്നമുണ്ടായാൽ ഇടപെടാൻ ജില്ലാ പോലീസ് മേധാവിക്ക് കോടതി നിർദ്ദേശം നൽകി. ഹൈക്കോടതി ദേവസ്വം ബെഞ്ചിന്റേതാണ് നടപടി. ഭൂ ഉടമയുടെ അഭിഭാഷകന്റെ നിലപാട് ഹൈക്കോടതി രേഖപ്പെടുത്തി. പൂജാ സാധനങ്ങൾ ശേഖരിച്ചു വയ്ക്കാനുള്ള താൽക്കാലിക കെട്ടിടം പൊളിച്ചുമാറ്റി എന്ന് ഭൂ ഉടമ കോടതിയെ അറിയിച്ചു. ശബരിമലയെയും തീർത്ഥാടനത്തെയും ഏതെങ്കിലും വർഗീയ ഭ്രാന്തിന്റെ ചവിട്ടുപടിയാക്കരുത് എന്ന് ബിനോയ് വിശ്വം. വിശ്വാസം വേറെ, മതഭ്രാന്ത് വേറെ. മതവിശ്വാസങ്ങളെ വർഗീയവൽക്കരിക്കുന്നത് കമ്മ്യൂണിസ്റ്റുകാർക്ക് അംഗീകരിക്കാൻ കഴിയില്ല എന്നും ബിനോയ് വിശ്വം പറഞ്ഞു. ശബരിമലയെയും തീർത്ഥാടനത്തെയും ഒന്നും ഏതെങ്കിലും വർഗീയ ഭ്രാന്തിന്റെ ചവിട്ടുപടിയാക്കാൻ ദയവായി ആരും ശ്രമിക്കാതിരിക്കുക. മതവിശ്വാസങ്ങളെ വർഗീയവൽക്കരിച്ച് ദൈവത്തെയും വിശ്വാസങ്ങളെയും വർഗീയ വിദ്വേഷത്തിന്റെ ചവിട്ടുപടിയാക്കി മാറ്റിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന പോക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർക്ക് അംഗീകരിക്കാൻ കഴിയില്ല. അത് കോഴിക്കോട് കാക്കൂരിൽ സുന്നത്ത് കർമ്മത്തിനിടെ 2 മാസം പ്രായമായി കുഞ്ഞു മരിച്ച സംഭവത്തിൽ റിപ്പോർട്ട് തേടി ബാലാവകാശ കമ്മീഷൻ. അടിയന്തരമായി റിപ്പോർട്ട് സമർപ്പിക്കാനാണ് നിർദ്ദേശം. സംഭവത്തിൽ ചികിത്സാ പിഴവില്ല എന്നും മാസം തികയാതെ പ്രസവിച്ച വിവരം കുടുംബം അറിയിച്ചില്ല എന്നുമാണ് ആശുപത്രി അധികൃതരുടെ വിശദീകരണം. പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കിയ കുട്ടിയുടെ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകി. ഇന്നലെയാണ് സുന്നത്ത് കർമ്മത്തിനായി കാക്കൂരിലെ ക്ലിനിക്കിലെത്തിച്ച 2 മാസം മാത്രം പ്രായമായ എമിനാദ് മരിച്ചത്. സംഭവത്തിൽ ബാലാവകാശ കമ്മീഷൻ അടിയന്തര റിപ്പോർട്ട് സമർപ്പിക്കാൻ നിർദ്ദേശിച്ചു. ജില്ലാ ചൈൽഡ് പ്രൊട്ടക്ഷൻ ഓഫീസർ, ജില്ലാ മെഡിക്കൽ ഓഫീസർ, SHO എന്നിവർക്കാണ് നിർദ്ദേശം നൽകിയത്. രാവിലെ ക്ലിനിക്കിലെത്തിച്ച കുഞ്ഞിന് ലോക്കൽ അനസ്തേഷ്യ നൽകിയതിന് പിറകെ കുട്ടിയുടെ ആരോഗ്യസ്ഥിതി വഷളാവുകയായിരുന്നു. കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും രക്ഷിക്കാൻ കഴിഞ്ഞില്ല. ബന്ധുക്കളുടെ പരാതിയിൽ കാക്കൂർ പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തു. ഇതിനു പിന്നാലെയാണ് ആശുപത്രി അധികൃതരുടെ പ്രതികരണം. പ്രീമച്ചർഡ് കുട്ടിയാണ്, 8 മാസത്തിലെല്ലാം പ്രസവിച്ചു എന്നാണ് പറയുന്നത്. അതുമായി ബന്ധപ്പെട്ട ഇവർ പറഞ്ഞില്ല എന്നാണ് ഡോക്ടർ പറയുന്നത്. ഡോക്ടർ അതിനു വേണ്ടിയുള്ള വാഷിംഗ് ഒക്കെ നടത്തി അനസ്തേഷ്യ, ലോക്കൽ അനസ്തേഷ്യ എന്ന് പറയും, അത് അപ്ലൈ ചെയ്യാൻ ശ്രമിച്ചപ്പോൾ തന്നെ കുട്ടി ബലം പിടിച്ചു എന്ന് പറയുന്നു. പിന്നെ കരച്ചിലായി. അതുകൊണ്ട് സർക്കം ചെയ്യാതെ പീഡിയാട്രീഷ്യനിലെ എയർ ഹോസ്പിറ്റലിലേക്ക് റെഫർ ചെയ്തിട്ടുണ്ടായിരുന്നു. അനസ്തേഷ്യ ചെറിയ ഡോസ് അപ്ലൈ ചെയ്തു എന്ന് പറഞ്ഞു ഡോക്ടർ പറഞ്ഞുണ്ട്. ചേളന്നൂർ സ്വദേശികളായ ഷാദിയ ഷെറിൻ, ഇംതിയാസ് ദമ്പതികളുടെ മകനാണ് എമിനാദം. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കി മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകി. കുട്ടിക്ക് നൽകിയ മരുന്നും അതിന്റെ അളവുകളെക്കുറിച്ചും ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റ് റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. കുട്ടിയുടെ മരണത്തിൽ ആരോഗ്യവകുപ്പും അന്വേഷണം ആരംഭിച്ചു.
DMOയുടെ നിർദ്ദേശപ്രകാരം ഉദ്യോഗസ്ഥർ ക്ലിനിക്കിലെത്തി പരിശോധന നടത്തി. ന്യൂസ് 18 കോഴിക്കോട്. ആരോഗ്യവകുപ്പിനെ വെട്ടിലാക്കി വിവാദ പ്രസ്താവനയുമായി മന്ത്രി സജി ചെറിയാൻ. സർക്കാർ ആശുപത്രിയിലെ ചികിത്സയിൽ മരിക്കാൻ തുടങ്ങിയ തന്നെ രക്ഷിച്ചത് സ്വകാര്യ ആശുപത്രിയിലെ ചികിത്സയാണ്. സ്വകാര്യ ആശുപത്രികളിൽ മന്ത്രിമാർ ചികിത്സ തേടുന്നത് പുതുമയല്ല. വീണ ജോർജിനെയും പൊതുജനാരോഗ്യത്തെയും CPIM സംരക്ഷിക്കുമെന്നും സജി ചെറിയാൻ പറഞ്ഞു. മന്ത്രിമാരെന്താ സ്വകാര്യ ആശുപത്രി എല്ലാവരും പോകത്തില്ല. സ്വകാര്യ ആശുപത്രി മന്ത്രിമാരും പോകും, സാധാരണക്കാരനും പോകും, എല്ലാത്തിനും പോകും. ഏത് ആശുപത്രിയാണോ ആദ്യം നല്ല ട്രീറ്റ്മെൻറ്റ് കിട്ടുന്ന അങ്ങോട്ട് പോകും. മെഡിക്കൽ കോളേജിൽ പോകുന്ന എത്ര മന്ത്രിമാരുണ്ട്? ഞാൻ പോയത് മെഡിക്കൽ കോളേജിലാണ്, കുഴപ്പമൊന്നും സംഭവിച്ചില്ല. ചിലർ സ്വകാര്യ ആശുപത്രി പോകും. ഞാൻ സ്വകാര്യ ആശുപത്രി പോയി. ഞാൻ ഡെങ്കിപ്പനി വന്നപ്പോൾ 2019 ഞാൻ ഗവൺമെൻറ് ആശുപത്രിയിലായിരുന്നു. ഗവൺമെൻറ് ആശുപത്രി ചികിത്സ കൊണ്ട് ഞാൻ മരിക്കാൻ സാധ്യത വന്നപ്പോൾ എന്നെ അമൃതയെ കൊണ്ടുവന്ന് ശുപാർശ ചെയ്തു. എന്നെ അമൃതയെ കൊണ്ടുപോയി. ഞാൻ അവിടെ ചെന്ന് 14 ദിവസം ബോധമില്ലായിരുന്നു. ഞാൻ രക്ഷപ്പെട്ടു. അപ്പോൾ അമൃത ഹോസ്പിറ്റൽ മോശമാണ്. അതൊക്കെ ഈ നാട്ടിൽ വ്യവസ്ഥാപിതപരമായ കാര്യമാണ്. അത് ചികിത്സിക്കേണ്ട ഹോസ്പിറ്റൽ എവിടെയും പാ. സ്വകാര്യ മേഖലയിൽ കൂടുതൽ ടെക്നോളജി ഉള്ള ഹോസ്പിറ്റലുണ്ട്. അത്രയും ചിലപ്പോൾ സർക്കാർ ആശുപത്രി വന്ന് കാണത്തില്ല. കാരണം സർക്കാർ ആശുപത്രിയിൽ കൂടുതൽ ആളുകൾ വരുന്ന ഒരു സ്ഥാപനം എന്നതിൽ അതിൻ്റെ ടെക്നോളജി, അതിൻ്റെ സാമ്പത്തികമായ സഹായങ്ങൾ കുറവായിരിക്കും. ഒരു സ്വകാര്യ ആശുപത്രി കൂടുതൽ ടെക്നോളജി വരും. അപ്പോൾ കൂടുതൽ ചികിത്സ അവിടെ കിട്ടും, അങ്ങോട്ട് പോകണം. സർക്കാർ ആശുപത്രിയിൽ ചികിത്സ നടത്തിയതുകൊണ്ടാണ് തന്നെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞത് എന്ന് LDF കൺവീനർ TP രാമകൃഷ്ണൻ. മന്ത്രി സജി ചെറിയാന്റെ സ്വകാര്യ ആശുപത്രി അനുകൂല പരാമർശത്തെക്കുറിച്ചുള്ള ചോദ്യത്തിനാണ് LDF കൺവീനറുടെ മറുപടി. അല്ല, ഉണ്ടായേക്കാം. അത് അയാളൊരു അനുഭവം പറഞ്ഞിട്ടുണ്ടാവും. ഞാൻ സർക്കാർ സ്വകാര്യ ആശുപത്രിയിലാണ് പോയതെങ്കിൽ എൻ്റെ ജീവൻ ബാക്കി ഉണ്ടാവില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. എൻ്റെ ജീവൻ രക്ഷിച്ചത് സർക്കാർ ആശുപത്രി ആയതുകൊണ്ടാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതേസമയം മന്ത്രി വീണ ജോർജിന്റെ രാജി ആവശ്യപ്പെട്ട ഇന്നും പ്രതിഷേധം ശക്തമായിരുന്നു. സംസ്ഥാന വ്യാപകമായി BJPയും യൂത്ത് കോൺഗ്രസും നടത്തിയ മാർച്ച് പലയിടത്തും സംഘർഷത്തിൽ കലാശിച്ചു. കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് BJP നടത്തിയ മാർച്ചിന് നേരെയുണ്ടായ ജലപീരങ്കി പ്രയോഗത്തിൽ രാജീവ് ചന്ദ്രശേഖർ ഉൾപ്പെടെയുള്ളവർക്ക് പരിക്കേറ്റു. 2 വീണമാർ പിണറായി വിജയനെ കൊണ്ടേ പോകൂ എന്നായിരുന്നു K മുരളീധരന്റെ പരിഹാസം. കോട്ടയം മെഡിക്കൽ കോളേജ് ദുരന്തത്തിൽ വീണ ജോർജിന്റെ രാജിയില്ലാതെ പിന്നോട്ടില്ലെന്ന നിലപാടിലാണ് പ്രതിപക്ഷം. കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് മാർച്ച് നടത്തിയ BJP പ്രവർത്തകർ പോലീസ് ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ചത് സംഘർഷത്തിനിടയാക്കി. പ്രവർത്തകരെ പിരിച്ചുവിടാൻ പോലീസ് നടത്തിയ ജലപീരങ്കി പ്രയോഗത്തിൽ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിന് പരിക്കേറ്റു. പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലേക്ക് BJP പ്രവർത്തകർ തള്ളിക്കയറാൻ ശ്രമിച്ചത് പോലീസുമായുള്ള ഉന്തിലും തള്ളിലും കലാശിച്ചു. പാലക്കാട് സിവിൽ സ്റ്റേഷനിലേക്ക് കടക്കാൻ ശ്രമിച്ച പ്രവർത്തകരെ പിരിച്ചുവിടാൻ പോലീസ് ലാത്തി വീശി. ഇടുക്കി, കാസർഗോഡ് എന്നിവിടങ്ങളിൽ BJP നടത്തിയ പ്രതിഷേധവും സംഘർഷത്തിനിടയാക്കി. കണ്ണൂരിൽ നടന്ന സമരം K സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. പ്രതിഷേധം തടയാൻ DYFI പ്രവർത്തകർ 2 ജന്മം ജനിച്ചാലും സാധിക്കില്ലെന്ന് സുരേന്ദ്രൻ പറഞ്ഞു. അതിന് DYFI 2 ജന്മം കൂടി ജനിക്കണം. DYFIക്കാരല്ല, ആരാണ് അവന്മാർ ഇവിടുത്തെ? മഹിളാ കോൺഗ്രസ് പ്രവർത്തകർ സെക്രട്ടേറിയറ്റിലേക്ക് നടത്തിയ മാർച്ചിൽ ഉന്തും തള്ളുമുണ്ടായി. വീണ ജോർജ് രാജിവെച്ച് വാർത്ത വായിക്കാൻ പോകണമെന്നും നന്നായി അഭിനയിക്കുന്നുണ്ടെന്നും മാർച്ച് ഉദ്ഘാടനം ചെയ്ത് K മുരളീധരൻ പരിഹസിച്ചു. ഏതായാലും പിണറായി വിജയനെ ഇപ്പൊ വീണാന്ന് കേട്ടാൽ പേടിയാണ്. ഒന്ന് സ്വന്തം വീട്ടിൽ തന്നെയുണ്ട്, ഒരാൾ സ്വന്തം മന്ത്രിസഭയിലുണ്ട്. ഇത് രണ്ടും പിണറായി വിജയനെയും കൊണ്ടേ പോകും. തൊടുപുഴയിൽ ചാണ്ടി ഉമ്മന്റെ നേതൃത്വത്തിൽ റോഡ് ഉപരോധിച്ചായിരുന്നു യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം. കോഴിക്കോട് സിവിൽ സ്റ്റേഷൻ റോഡ് ഉപരോധിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് നേരെ ജലപീരങ്കി പ്രയോഗിച്ചു. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. സംസ്ഥാനം 48 മണിക്കൂർ പണിമുടക്കിലേക്ക്. സംസ്ഥാനത്ത് നാളെ സ്വകാര്യ ബസ്സുകൾ ഓടില്ല. ട്രാൻസ്പോർട്ട് കമ്മീഷണറുമായി നടത്തിയ ചർച്ച പരാജയപ്പെട്ടതോടെയാണ് സംയുക്ത സമരസമിതിയുടെ സൂചനാ പണിമുടക്ക്. 22 മുതൽ അനിശ്ചിതകാല സമരം എന്നും സ്വകാര്യ ബസ് ഉടമകൾ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. വിദ്യാർത്ഥികളുടെ കൺസെഷൻ നിരക്ക് കൂട്ടുക, വ്യാജ കൺസെഷൻ കാർഡ് തടയുക, 140 കിലോമീറ്ററിൽ അധികം ഓടുന്ന ബസ്സുകളുടെ പെർമിറ്റ് പുതുക്കി നൽകുക എന്നീ ആവശ്യങ്ങളാണ് ബസ് ഉടമകൾ മുന്നോട്ട് വയ്ക്കുന്നത്. പരമാവധി സർവീസുകൾ നടത്തി സമരത്തെ നേരിടാൻ ആണ് KSRTCയുടെ നീക്കം. ഇതിനിടെ
സംയുക്ത ട്രേഡ് യൂണിയനുകൾ ആഹ്വാനം ചെയ്ത 24 മണിക്കൂർ ദേശീയ പണിമുടക്ക് നാളെ അർദ്ധരാത്രി ആരംഭിക്കുകയും ചെയ്യും. കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി കർഷക വിരുദ്ധ നടപടികൾക്കെതിരെ 21 ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് CITU, INTUC ഉൾപ്പെടെയുള്ള സംഘടനകൾ രാജ്യവ്യാപകമായ പണിമുടക്കിന് ആഹ്വാനം ചെയ്തിട്ടുള്ളത്. മുംബൈ ഭീകരാക്രമണ കേസിലെ പങ്ക് സമ്മതിച്ചും ആക്രമണ സമയത്ത് മുംബൈയിൽ ഉണ്ടായിരുന്നുവെന്നും തഹാവൂർ റാണയുടെ ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തൽ. ലഷ്കർ ഇ തായ്ബയുടെ പരിശീലനം തനിക്കും ഡേവിഡ് കോൾമാൻ ഹെഡ്ലിക്കും ലഭിച്ചിട്ടുണ്ട് എന്നും റാണ സ്ഥിരീകരിച്ചു. പാക് സൈന്യത്തിന്റെ വിശ്വസ്തനായ ഏജന്റാണ് താനെന്നും റാണ മുംബൈ ക്രൈംബ്രാഞ്ചിന്റെ ചോദ്യം ചെയ്യലിൽ വെളിപ്പെടുത്തി. മുംബൈ ഭീകരാക്രമണത്തിൽ പാക് സൈന്യത്തിന്റെ പങ്കടക്കം വ്യക്തമാക്കിയാണ് തഹാവൂർ റാണയുടെ തുറന്നുപറച്ചിൽ. NIA കസ്റ്റഡിയിലുള്ള റാണയെ ക്രൈംബ്രാഞ്ച് ചോദ്യം ചെയ്തപ്പോഴാണ് തന്ത്രപ്രധാന രഹസ്യങ്ങളുടെ ചുരുളഴിഞ്ഞത്. 2008 170 പേർ കൊല്ലപ്പെട്ട മുംബൈ ഭീകരാക്രമണം ആസൂത്രണം ചെയ്തടക്കമുള്ള കാര്യങ്ങൾ റാണ വെളിപ്പെടുത്തി. ഇന്ത്യയിൽ ഇമിഗ്രന്റ് ലോ സെന്റർ എന്ന പേരിൽ ഒരു കമ്പനി സ്ഥാപിച്ചായിരുന്നു ഇരുവരും ഭീകരാക്രമണത്തിന്റെ ആദ്യഘട്ട ആസൂത്രണങ്ങൾ ആരംഭിച്ചത്. കമ്പനി സ്ഥാപിക്കാനുള്ള ആശയം തന്റേതായിരുന്നുവെന്ന് തഹാവൂർ റാണ സമ്മതിച്ചു. കമ്പനിയുടെ ആവശ്യങ്ങൾക്കെന്ന പേരിൽ ഡേവിഡ് ഹെഡ്ലി ഡൽഹി, മുംബൈ, ജയ്പൂർ, പുഷ്കർ, ഗോവ, പുനെ തുടങ്ങിയ വിവിധ നഗരങ്ങൾ സന്ദർശിച്ചു. 2008 നവംബർ 20, 21 തീയതികളിൽ മുംബൈയിൽ എത്തിയിരുന്നുവെന്നും റാണ വെളിപ്പെടുത്തി. മുംബൈ പൊവായിലെ ഹോട്ടലിൽ താമസിച്ചു. തുടർന്ന് ഭീകരാക്രമണത്തിന് തൊട്ടുമുൻപ് ദുബായ് വഴി ബീജിംഗിലേക്ക് കടക്കുകയായിരുന്നു. 2003-4 കാലയളവിൽ ഡേവിഡ് കോൾമാൻ ഹെഡ്ലിക്ക് ലഷ്കർ ഇ തോയ്ബയുടെ പരിശീലനം ലഭിച്ചിരുന്നു. ISIയുമായി സഹകരിച്ചാണ് പലതും നടത്തിയതെന്ന് റാണ പറഞ്ഞുവെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ഗൾഫ് യുദ്ധകാലത്ത് പാകിസ്ഥാൻ സൈന്യം തന്നെ സൗദി അറേബ്യയിലേക്ക് അയച്ചിട്ടുണ്ടെന്നും റാണ വ്യക്തമാക്കി. പഹൽഗാമിന് പിന്നാലെ ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിന് രൂക്ഷ വിമർശനങ്ങൾ നേരിടുന്ന പാകിസ്ഥാനെ കൂടുതൽ പ്രതിസന്ധിയിലാക്കുന്നതാണ് റാണയുടെ വെളിപ്പെടുത്തലുകൾ. ന്യൂസ് ഡെസ്ക്, News 18. ലൈവ് അറ്റ് 6 പൂർണ്ണമാവുകയാണ്. ഇടവേളയ്ക്ക് ശേഷം സകലമാന കേരളവുമായി എൽദോ പോൾ പുതുശ്ശേരി ചേരും. നമസ്കാരം.